ഈ ഒരു നിമിഷത്തിൽ രണ്ടുപേരും പാട്ട് പാടാൻ പോകുന്ന പടം ആനന്ദമോ അറിയും സ്വകാര്യമോ നീ എന്നിലെ കനവായി വന്നതോ കാണാതെ കണ്ണ് കാണും കിനാവോ നാരാനനാന പോലും നിലാവോ കാതിൽ ചൊല്ലാമോ. താങ്ക് യു. നമ്മുടെ മലയാളികൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു സിനിമയിലെ പാട്ട് നമുക്ക് വേണ്ടി ഓൾറെഡി അത് ഇറങ്ങിയിട്ടുണ്ട്. അതെ, പിന്നെ എന്താ ലിറിക്സ് തെറ്റിട്ടുണ്ട് സാർ, സോറി. ഞാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പക്ഷെ വിൻസി നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല വോയിസ് ആണ്. അപ്പൊ ഇനിയും ഒരുപാട് പാട്ടുകൾ പല സ്ഥലത്തും പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത പണിയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇതിനും ഫസ്റ്റ് ഇതിന് ഒരു സമ്മാനവും ഇല്ല. പക്ഷെ ഇത് നമ്മളിങ്ങനെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നാണ് ഇതിന്റെ ഒരു സെഗ്മെന്റ് പേര്. കാരണം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം വിൻസിയുടെ ഫസ്റ്റ് ക്രഷ്. തേർഡ് സ്റ്റാൻഡേർഡിലെ ഒരു കുഞ്ഞു കുട്ടി, ഐ മീൻ എന്റെ കൂടെ പഠിച്ചിരുന്നു. പേര് പറയാമോ? ടിന്റുമോന്റെ. ഇപ്പൊ പറയുമ്പോ അത് തേർഡ് സ്റ്റാൻഡേർഡിലല്ലേ? തേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഹാംഫുൾ അല്ല. അശ്വിൻ ചന്ദ്രൻ കല്യാണം കഴിഞ്ഞ കുട്ടിയായിട്ട് ആ കുട്ടി. ഈ ഫസ്റ്റ് സാലറി എത്ര രൂപയായിരുന്നു? ഫസ്റ്റ് സാലറി 5,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിച്ചിട്ട് ആൻസർ പറയുള്ളൂ, ചാടിക്കേറി പറയണ്ട. ഹോട്ട് എന്ന വാക്ക് കേട്ടാൽ ആദ്യം മൈൻഡിൽ വരുന്നത്? ഹോട്ട് ആദ്യം മൈൻഡിൽ വരുന്നത് എനിക്ക് കൊറേ ഓർമ്മ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഓർമ്മ പറഞ്ഞോളൂ. അല്ല, ഹോട്ട് ഇപ്പം ചിക്കൻ കറി, ഞാൻ വെച്ച ചിക്കൻ കറി ആയിരിക്കും, എന്നെ തന്നെയായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഹോട്ടായിട്ട് ഉള്ള ഒരു നായകൻ മനസ്സിൽ വരുന്നുണ്ടോ? എനിക്ക് ഗേൾസിന് വരുന്നത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്ത്രീയാണ് ഹോട്ട് എന്ന് പറയുമ്പോൾ എന്നാൽ വിൻസിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ഇപ്പൊ മനസ്സിൽ ഹോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നത് വിൻസിയുടെ എക്സ്പ്രഷനാണ്. ഇനി അടുത്തത്, നിങ്ങളുടെ ജീവിതം സിനിമ ആവുകയാണെങ്കിൽ ആ സിനിമയുടെ പേരെന്തായിരിക്കും? പോയ വഴികൾ. വഴികൾ എന്നല്ല ഉദ്ദേശിച്ചത്. വഴികൾ. അടുത്തത്, നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ആദ്യ അക്ഷരമേ പേരിന്റെ ആദ്യ അക്ഷരം കൊണ്ട് പേരിട്ടാൽ നിങ്ങളുടെ രണ്ടക്ഷരം വരുന്ന ആ പേരെന്തായിരിക്കും? അൽസോ. അമ്മയുടെ പേരെന്താ? സോനി. അച്ഛന്റെ പേര് അലോഷ്യ. അപ്പൊ അൽസോ. അത് തിരിച്ചു വേണമെങ്കിൽ സോയൽ. രണ്ടും കൊള്ളാം. സോയൽ കൊള്ളാം. സോയൽ. ഇനി ആക്ടിങ് അല്ലാതെ താഴെ പറയുന്ന ആക്ടേഴ്സിന് സ്യൂട്ട് ചെയ്യുന്ന പ്രൊഫഷൻ, വേറെ പ്രൊഫഷൻ വിൻസിയുടെ മനസ്സിൽ വരുന്ന പറയുക. നയൻതാര. ജിം ട്രെയിനർ ഒന്നും പറ്റത്തില്ലല്ലോ. ജിം ട്രെയിനർ. ഓക്കെ, അത് കൊള്ളാം. ആപ്റ്റ്. മഞ്ജു വാര്യർ. കണ്ടക്ടർ. ഞാൻ ഇത് അടി മേടിച്ചു വെക്കുന്ന നാട്ടുകാരുടെ. ഒരു കണ്ടക്ടർ, ലേഡി ഒരു കണ്ടക്ടർ. ഇനി മമത മോഹൻദാസ്. അഡ്വക്കേറ്റ്. ഇനി സ്വാസിക. എന്താ എന്നെ കണ്ടിട്ട് നടിയായിട്ട് തോന്നുന്നില്ല? എനിക്ക് വേറെ എന്ത് ജോലി? ശരി, മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കും. ചായക്കടക്കാരി. എനിക്ക് തന്ന പണികൾക്ക് ഇങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തരണ്ടേ? അറിയില്ല, ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ചായക്കടക്കാര്, നല്ലൊരു വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ചായ കൊടുക്കുന്ന തേപ്പുകാരി. എന്റെ ചായക്കടക്കാരി അത് പറഞ്ഞില്ലല്ലേ തേപ്പുകാരിന്ന്? പക്ഷെ ജോലിയല്ലല്ലോ, നമ്മൾ എന്നും ചെയ്യുന്നല്ലേ. കൊള്ളാം, അടിപൊളി, നല്ല. കാരണം ഇത്ര വെറൈറ്റി ആയിട്ട് ഇവിടെ വന്ന ആൾക്കാരിൽ ആരും ഇത്ര വെറൈറ്റി ആയിട്ട് ആക്ടേഴ്സിന് ഒരു ജോലി കൊടുത്തിട്ടില്ല. എനിക്ക് കിട്ടും മിക്കവാറും. സൂപ്പർ. ഇനി ലൈഫ് പാർട്ട്ണറിന് വേണ്ട 3 ക്വാളിറ്റീസ് മനസ്സിലാവും. എന്റെ കരിയറിനെ മനസ്സിലാക്കണം. പിന്നെന്താ, പിന്നെ
ട്രിപ്പൊക്കെ കൊണ്ടുപോകുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എവിടേക്കും പോകണം. ഭയങ്കര ഒരു ജോവിയലായിരിക്കണം, പിന്നെ ഭക്ഷണപ്രിയനായിരിക്കണം. അങ്ങനെ അയ്യോ അത് മസ്റ്റ്. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനെങ്കിലും കെൽപ്പുള്ള ഒരാൾ, അതിന്റെ ബില്ല്. ഇപ്പൊ പറഞ്ഞ പോലെ ഫുഡിലായാലും എന്തിലായാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ സെൽഫായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്, എൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ അറിഞ്ഞ ഒരാളായിരിക്കണം. That's it. ഈ 3ാം ക്ലാസ്സിലെ ക്രഷ് തോന്നിയത് എനിക്ക് എങ്ങനെയെന്ന് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ആ അതെന്താ സമയത്ത് ഉണ്ടായെന്ന് അറിയോ? ഞാൻ ആ സമയത്ത് ഈ ബോർഡിൽ പേര് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ സംസാരിക്കുന്നവരുടെ. അപ്പം നിരത്തി പിടിച്ചു. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പേരെഴുതി. അന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ പേര് എഴുതി, ഒന്ന് മായ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ മായ്ക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു വന്ന വഴിക്ക് അവനിങ്ങനെ പിടിച്ചു കയ്യിൽ. വായിച്ചിരിക്കുന്നത് എന്റെ പൊന്നോ, എനിക്ക് വയ്യ. ഇനി എസ് ഓർ നോ മാത്രമാണ് കേട്ടോ. എസ് ഓർ നോ വേഗം പറയണം, ആലോചിക്കാനൊന്നും പറ്റില്ല. മൈ ബർത്ത് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സീരിയസ് മൊമെന്റിൽ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടോ? യെസ്. സ്വന്തം അഭിനയം കണ്ട് തിയേറ്ററിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടോ? നോ. ഞാൻ സിനിമയിൽ അവസരം ചോദിച്ച് നടക്കാറുണ്ട്. യെസ്. യെസ്. സൂപ്പർ. ഇനി അടുത്തത് ഡിജോ ചേട്ടൻ്റെ അടുത്താണ്. ജനഗണമന തമിഴിൽ എടുക്കുകയാണെങ്കിൽ ആരായിരിക്കും പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടർ ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്? സൂര്യാജിത്തിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പറയുന്നത് കമൽഹാസൻ. എസ്കേപ്പ് എന്ന വാക്ക് കേട്ടാൽ ആദ്യം മൈൻഡിൽ വരുന്നത് എന്താണ്? ഈ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ എന്തോ മറ്റേ നമ്മുടെ പടത്തിന്റെ അതിലൊരു സിനാരിയോ ഉണ്ട്. അപ്പൊ അത് ഏതാണ്ട് റിയാലിറ്റി പോലെ സംഭവിച്ചു, ന്യൂസിലൊക്കെ വന്നു. അതായത് എന്തോ ഇപ്പൊ പറയാലോ എൻകൗണ്ടർ വ്യാജമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നത്. അപ്പത്തേക്കും ഞാൻ ഇതെനിക്ക് അയച്ചു തന്നെ ഒരു ഫ്രണ്ടാണ്. ഞാൻ ഇത് ശരിക്കും ഇത് ഇന്നത്തെ ന്യൂസാണ് പണ്ടത്തെയാണ്? ഇല്ല ഇപ്പോഴത്തെ നമ്മളൊക്കെ ആദ്യം കിട്ടുന്ന മൊമെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാനിത് രാജുവിന് അയച്ചു കൊടുത്തു. കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എസ്കേപ്പ്. കാര്യം എന്താ വെച്ചാൽ ഇത്ര നാളും പൃഥ്വിരാജാണ് ഇലുമിനാറ്റി എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഞാനും ഓക്കെ അപ്പൊ ഞാൻ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് അതാണ് എന്റെ മനസ്സിലാവുന്നത്. താഴെ പറയുന്ന ആക്ടേഴ്സിനെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സുരാജ് വെഞ്ഞാറമൂട് ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ്. പൃഥ്വിരാജ് പ്രൊഫഷണൽ ആണ്. മമത മോഹൻദാസ്, എനിക്ക് തോന്നുന്നു മമത മോഹൻദാസും പ്രൊഫഷണൽ ലൈനിലോട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരു ക്ലാസ്. വിൻസി നമ്മുടെ ഒപ്പമുള്ളവർ എന്തോ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ ഒരു വേവ് ലെങ്ത് ഉള്ളത് നല്ലൊരു. ഇനി ഞാൻ പറയട്ടെ, മറ്റു ചോദ്യം ചേട്ടന് തരാണെങ്കിൽ വിൻസിക്ക് ആക്ടർ അല്ലാതെ വേറെ എന്ത് ജോലിയായിരിക്കും വിൻസിയെ കൊണ്ട് പറ്റുക ചെയ്യാൻ? വിൻസിനെ എനിക്ക് തോന്നുന്നു ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ഒരു സെയിൽസ് ബിസിനസ് ഹെഡായിട്ട് അടിച്ച് വീഴ്ത്തും. അവ കൊണ്ട് ഇരുത്തിയിട്ട് വിൻസി ഒന്ന് ഹാൻഡിൽ ചെയ്യണം 2 മണിക്കൂർ. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആള് വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ വരുമ്പോഴത്തേക്ക് ആ തോളത്തൊക്കെ ആയിട്ട് നമുക്ക് പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് വിൻസി അതിന് പറ്റിയ ആളാണ്. ഓക്കെ, ഇനി മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത ഒരു ദുശീലം? എനിക്ക് മടിയനാണ്. അതായത് സിനിമ ഷൂട്ടിങ്ങിലല്ല, അല്ലാതെ ഇപ്പൊ നമുക്കൊരു സാധനം വായിക്കാൻ തന്നാലും അതവിടെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ആ വീട്ടിലെ ഫ്രണ്ടിലെ സോഫ അവിടെ ഇങ്ങനെ കുറച്ചു നേരം കിടക്കുക, അതതിന്റെ ഒരു പ്രത്യേക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എക്സാമിനേഷനിൽ കിട്ടിയ ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള ഒരു സബ്ജക്ട് ഏതാണ്? പഠിച്ചുകൊണ്ടിരിക്കണം, കോളേജിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്ക് എപ്പോഴും മാർക്ക് കുറവായിരിക്കും. ചിലപ്പോ ഞാൻ പഠിക്കും. ഏറ്റവും കുറവ് മാർക്ക് എപ്പോഴാണ് കിട്ടിയത് കെമിസ്ട്രിക്ക്? അത് ഏത് മാർക്കായിരുന്നു? ഇപ്പൊ 50-ല് 20 കിട്ടിയിട്ടുണ്ടോ? 20. തോറ്റിട്ടില്ല. ഈ ഇംഗ്ലീഷിൽ എത്ര മാർക്ക്? എപ്പോഴും നല്ല മാർക്ക് കിട്ടാറില്ല. ഇംഗ്ലീഷിൽ കിട്ടാറില്ല. അങ്ങനെയാണെങ്കിൽ എൻസൈക്ലോപീഡിയയുടെ സ്പെല്ലിംഗ് പറയും. ആറുണ്ടോ? നിങ്ങൾ ഉറങ്ങിയിട്ട് 50 വർഷത്തിന് ശേഷം ഇങ്ങനെ കണ്ണു തുറന്ന് വരികയെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം തിരയുന്നത് എന്തായിരിക്കും? ഇന്ന് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ 50 വർഷത്തിന് ശേഷം എണീക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം എന്തായിരിക്കും നമ്മൾ തിരയുക? ഫാമിലിനെ ആയിരിക്കും തിരയുക. കണ്ണടയായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുക ആളുടെ പേരല്ലേ, അമ്മ, അച്ഛ, ഭാര്യ, കൊച്ച്, ഇതൊക്കെ അതായിരിക്കും നോർമൽ. അത് തിരയാ. ശരി, വിൻസി ആണെങ്കിലോ? ഞാൻ വിൻസിക്ക് അറിയില്ലല്ലോ, എനിക്ക് പ്രായമായി എന്നുള്ളത് അറിയുന്നില്ലല്ലോ. കണ്ണ് കാണത്തില്ലല്ലോ.
ആ അങ്ങനെ അതും കറക്റ്റ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യോത്തര എല്ലാം കഴിഞ്ഞു, വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ്. നിങ്ങളുടെ പാട്ട് കേട്ടു, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഡയറക്ടറും ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ പോലും രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഒരു സോങ് സീക്വൻസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അഭിനയിക്കും? ഒരു റൊമാൻറ്റിക് സോങ്, നമ്മുടെ ക്വീൻ എന്ന സിനിമയിൽ ഒരു സോങ് ഞാൻ പ്ലേ ചെയ്യും. അതിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു ഡാൻസ്. റെഡി? വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ